ഹായ് ഫ്രണ്ട്സ്, നിഷു പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഗൺവില്ല വെറൈറ്റികളുണ്ടല്ലോ, ബോഗൺവില്ലേൻ്റെ കട്ടിങ്സ് നടുന്ന ഒരു മെത്തേഡാണ്. കാരണം ഇതുപോലെ നട്ടാൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കലുണ്ട്, നിങ്ങളെങ്ങനെയാണ് ബോഗൺവില്ലിൻ്റെ കട്ടിങ്സൊക്കെ വെച്ചിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യലെന്നുള്ളത്. കാരണം നല്ല നല്ല വെറൈറ്റീസൊക്കെ പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസം. നമ്മളൊരു 10 തൈ കമ്പ് വെച്ചാൽ ഒരു 4 5 ഒക്കെ തൈകളൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണത്താൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്ക്. നമ്മളെ മിനറൽ വാട്ടർ, അതുപോലെ പെപ്സി അങ്ങനത്തിൻ്റെയൊക്കെ കുപ്പികളുണ്ടാവുമല്ലോ. അപ്പോൾ ആ കുപ്പികളൊക്കെ എടുത്തിട്ട് ഇതുപോലെ പകുതി കട്ട് ചെയ്യുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, ഇതുപോലെ നിൽക്കണം കേട്ടോ. പകുതി കടക്കാനും തുറക്കാനും ഉള്ളൊരു രീതിയിലുള്ള ഒരു ഇതിലാവണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഏറ്റവും നല്ലത് നമുക്ക് ഈ ഒരു തെർമോക്കോൾ നമ്മളെല്ലാവരും ഇത് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒഴിവാക്കി കളയുകയൊക്കെ ചെയ്യാമായിരിക്കും. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഇത് ഒഴിവാക്കൊന്നും വേണ്ട. ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടണതൊക്കെ കളക്ട് ചെയ്യാറുള്ളത്. ഏറ്റവും കല്ലിട്ട് കൊടുക്കണേലേറെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു നമ്മളെ തെർമോക്കോള് പോട്ടിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതൊന്നും ചിലവില്ലാത്തൊരു കാര്യമാണ്. മറ്റേതൊക്കെ നമ്മൾ ക്ലേ ബോൾസൊക്കെ കിട്ടും, അതൊക്കെ നമ്മൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കണമല്ലോ. ഇതാവുമ്പോൾ നമുക്ക് ക്യാഷ് കൊടുക്കണ്ട. പോട്ടിൻ്റെ അടിയിൽ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളാണ്, അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ മണ്ണ്. ഇതിവിടെ ഒലിച്ച് വന്നിട്ടുള്ള മണൽ പോലത്തെ മണ്ണാണ്. അതിലേക്ക് ഞാൻ കുറച്ച് മണലും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം മണലിട്ടിട്ടുള്ളൂ. ഈ ഒലിച്ച് വന്ന മണ്ണും അതുപോലെ മണൽ പോലത്തെ ഒരു മണ്ണ് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഉറച്ച് നിൽക്കുന്ന മണ്ണാവരുത്, ഉറച്ച് നിൽക്കാത്ത ഇതുപോലെ പൊടിഞ്ഞു പോരുന്ന മണ്ണായിരിക്കണം കേട്ടോ. മണലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മണൽ മാത്രം എടുക്കണം. എനിക്ക് മണൽ അധികം കിട്ടാനില്ല, അതുകൊണ്ട് കുറച്ച് മണൽ കിട്ടിയതിൽ നിന്ന് കുറച്ച് മണലും പിന്നെ ഈ ഒലിച്ച് വരുന്ന മണ്ണും കൂടെ എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ കയ്യിൽ സൂഡോമോണസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൂഡോമോണസ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് പോട്ട് ചെയ്തതിന് ശേഷം സൂഡോമോണസ് ഉണ്ടെങ്കിൽ കലക്കി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ഏറ്റവും നല്ലത് സൂഡോമോണസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പകുതി ആകുന്നത് വരെയൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള കുപ്പി എന്ന് വെച്ചാൽ ഇത് കുപ്പി നമ്മൾ ലിക്വിഡ് ഉണ്ടാവുമല്ലോ, വാഷിംഗ് മെഷീനിലൊക്കെ അലക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ലിക്വിഡ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ കുപ്പിയാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു കുപ്പിയാണ്. അപ്പോൾ അത് കാരണത്താൽ കുറേ മണ്ണ് വേണ്ടി വരും. ചെറിയ കുപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെപ്സി മിനറൽ വാട്ടറിൻ്റെ കുപ്പികളൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ ഒരു കട്ടിങ്സോ 2 കട്ടിങ്സോ ഒക്കെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ ഇത് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് കേട്ടോ, നമ്മളെ കട്ടിങ്സിൻ്റെ അടിഭാഗത്ത് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് റിസ്ക്കാണ് വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നത്, അതുകൊണ്ട് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇതുപോലത്തെ കട്ടിങ്സാണ്. അപ്പോൾ ഈ ഒരു കട്ടിങ്സ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുത്ത് ഇവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക, ഈ കറ്റാർവാഴൻ്റെ കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിയിൽ ഞാൻ ഇതുപോലെ അത് കറ്റാർവാഴൻ്റെ ജെല്ല് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടിലേക്ക് നടാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ കുഴി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് വിരൽ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ കുഴികൾ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് നമ്മൾ അതിലേക്ക് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഓരോ പീസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോന്നുമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ കുപ്പിൻ്റെ സൈസിലുള്ള കട്ടിങ്സ് എടുക്കാൻ പാടുള്ളൂ. അതിലേറെ വലിയ പീസുകളായിട്ട് എടുക്കരുത്, ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുക. ഈ കുപ്പിക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ അതിലൊരു 1 ഇഞ്ചോ 2 ഇഞ്ചോ വലിപ്പമുള്ളത് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സൂഡോമോണസ് കലക്കിയ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കുപ്പി ഇതുപോലെ അടച്ച് വെക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കേട്ടോ. ഇതുപോലെ അടച്ച് കൊടുക്കുക, കണ്ടില്ലേ, ഇതുപോലെ. ഇനി ഇവിടെ എന്തെങ്കിലും നമ്മൾ ഇൻസുലേഷൻ ടേപ്പോ എന്തെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും അടി മുതൽ ഇവിടെ ഒരു കയർ എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക. ഇതുപോലെ അങ്ങനെ ഫുള്ളായിട്ടൊരു കയർ എന്തെങ്കിലും കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കുറച്ച് വെയിൽ പറഞ്ഞാൽ വെളിച്ചമുള്ള ഭാഗത്ത് കേട്ടോ, വെയിൽ കൊള്ളുന്ന ഭാഗത്തല്ല, വെളിച്ചമുള്ള ഭാഗത്തൊന്ന് വെച്ചിട്ട് വെച്ച് നോക്കുക. എന്തായാലും ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്കിതിന് റൂട്ട് വന്നിട്ടുണ്ടാവും. അത് നമുക്കിതിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്തുണ്ടല്ലോ, ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടോ. ഇതാണ് നമ്മളെ പ്ലാൻ. ഇതിനി ഒരു വെളിച്ചം കിട്ടുന്ന ഒരു നല്ലൊരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യണ്ട. കാരണം ഇവിടെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മളത് തുറന്നിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലാതെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇതിന് റൂട്ട് വന്നിട്ട് ഒന്ന് ഹെൽത്തി ആയിട്ട് വന്നോളും. എന്നാലും നമ്മൾ ഇതിൽ നിന്ന് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കുറച്ച് എന്തായാലും 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് തുറന്നിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് ഏത് പൂട്ടിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. ഇനി ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരാം.